ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 21:1-14 വരെ. തീരത്ത് കാത്തിരിക്കുന്ന ദൈവം, ശൂന്യമായ വലകളും നിറഞ്ഞ സ്നേഹവും. യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാർ പഴയ ജോലിയിലേക്ക് മടങ്ങിപ്പോകുന്നതും ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ നിരാശരായിരിക്കുമ്പോൾ ഉദ്ധിതനായ യേശു അവർക്ക് പ്രത്യക്ഷനാകുന്നതുമാണ് ഈ ഭാഗത്തെ പ്രമേയം. പത്രോസും സംഘവും മീൻ പിടിക്കാൻ പോയി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും ലഭിച്ചില്ല. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള യാത്രകളുടെ അവസാനം പലപ്പോഴും ശൂന്യതയായിരിക്കും. വെളിച്ചമില്ലാത്ത രാത്രികൾ അധ്വാനത്തെ നിഷ്ഫലമാക്കുന്നു. നമ്മുടെ കഴിവും അനുഭവ പരിചയവും മാത്രം കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. ക്രിസ്തുവിനെ കൂടാതെയുള്ള നമ്മുടെ ഓരോ രാത്രികളും ശൂന്യമായ വലകൾ മാത്രമേ ബാക്കി വെക്കുകയുള്ളൂ. പുലർച്ചെ തീരത്തു നിന്ന് അപരിചിതൻ അവരോട് വലതുഭാഗത്ത് വലയെറിയാൻ പറഞ്ഞു. അനുസരണയോടെ അവർ അത് ചെയ്തപ്പോൾ വല ഉയർത്താൻ കഴിയാത്ത വിധം മീൻ ലഭിച്ചു. അത്ഭുതം നടന്നത് അവരുടെ അധ്വാനത്തിൻ്റെ ഇടത്തിലേക്കാണ്. അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞ് ആ സമൃദ്ധിയിലൂടെയാണ്. ദൈവത്തിൻ്റെ വാക്കിന് മുൻപിൽ നമ്മുടെ അറിവുകൾ മാറ്റിവെച്ച് കീഴടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അനുസരണയാണ് അനുഗ്രഹത്തിൻ്റെ താക്കോൽ. കരയ്ക്കിറങ്ങിയ ശിഷ്യന്മാർ കണ്ടത് കനൽക്കൂട്ടിൽ മീൻ ചുട്ടുവെച്ചിരിക്കുന്നതാണ്. അവർക്കായി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് അവിടെ ദർശിക്കുന്നത്. വന്ന് ഭക്ഷണം കഴിക്കുവിൻ എന്ന അവിടുത്തെ വിളി ഹൃദ്യമാണ്. തൻ്റെ ശിഷ്യന്മാരുടെ വിശപ്പും തളർച്ചയും അറിയുന്ന വിശ്വസ്തനായ സ്നേഹിതനാണവൻ. നാം തളർന്നു വരുമ്പോൾ നമുക്കായി ആശ്വാസത്തിന് വിരുന്നൊരുക്കി ദൈവം കാത്തിരിക്കുന്നുണ്ട്. ആരാധനാലയങ്ങളിൽ മാത്രമല്ല, നമ്മുടെ തൊഴിലിടങ്ങളിലും ദൈനംദിന ജീവിതത്തിൻ്റെ തീരങ്ങളിലും അവിടുന്ന് നമുക്ക് കൂട്ടുണ്ട്. അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ പത്രോസ് കടലിലേക്ക് ചാടി. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആവേശം അവന് തോണിയിലിരിക്കാൻ അനുവദിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ആ സ്നേഹത്തിലേക്ക് എടുത്തു ചാടാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. വല കീറിപ്പോകത്തക്ക വിധം 153 വലിയ മീനുകൾ ലഭിച്ചുവെന്നത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിലെ നന്മകളെ കാത്തുസൂക്ഷിക്കാൻ അവിടുന്ന് ശക്തനാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ശൂന്യമായ നിമിഷങ്ങളിൽ തീരത്ത് കാത്തു നിൽക്കുന്ന അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ എനിക്ക് കൃപ നൽകണമേ. സ്വന്തം കഴിവിൽ അഹങ്കരിക്കാതെ അങ്ങയുടെ വചനത്തിന് കീഴടങ്ങാൻ എന്നെ പഠിപ്പിക്കണമേ. ജീവിതത്തിൻ്റെ അധ്വാനങ്ങൾക്കും തളർച്ചകൾക്ക് ശേഷം അങ്ങ് ഒരുക്കുന്ന ആശ്വാസത്തിൻ്റെ വിരുന്നിൽ പങ്കുചേരാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.